بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ലോകത്തെ എല്ലാ കാലഘട്ടത്തിലും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന പ്രമേയമാണ് മനുഷ്യരുടെ സംസ്കാരം എന്നത്. സംസ്കാരശൂന്യരായ ഒരു വിഭാഗം എക്കാലത്തും ലോകത്ത് ഉണ്ട്. അതിനു വേണ്ടുന്ന പ്രേരണയും പ്രചോദനവും ആവേശവും കൊടുക്കാൻ ഇബ്ലീസ് അപ്പുറത്തുമുണ്ട്. ആ രീതിയിൽ മനുഷ്യർ സംസ്കാരം ഇല്ലാത്തവരായി മാറുന്നോടത്ത് ഇടപെടേണ്ട മഹത്തുക്കളുടെ ചരിത്രവും സമാനമായി തന്നെ നമുക്ക് കാണാനും കഴിയും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിൽ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ ചർച്ചയുണ്ട്. സ്വഭാവ സംസ്കരണത്തിൻ്റെ പരമോന്നതമായ എല്ലാ നേട്ടങ്ങളെയും കൊണ്ടുവന്നത് അവിടുത്തെ ജീവിത ശൈലി കൊണ്ടാണ്, വാക്ക് ചിന്ത പ്രവൃത്തികൾ കൊണ്ടാണ്. ഇതൊരു സത്യമാണ്. എന്നിട്ടും പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ വെളിച്ചം വീശുന്ന റബീഇന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചക സ്നേഹി എന്ന് അവകാശപ്പെടുന്ന ഒരാളിലും ആ സ്വഭാവ സംസ്കരണത്തിന്റെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് കാണിച്ച സിദ്ധാന്തങ്ങൾ പ്രായോഗികമാകുന്നില്ല എന്നത് ഒരു ദുഃഖസത്യമാണ്. എന്നിലും നിങ്ങളിലും ഒരു സ്വയം വിചാരണ എപ്പോഴും അക്കാര്യത്തിൽ നിർബന്ധമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അക്ഷരത്തിലും അർത്ഥത്തിലും പരിപൂർണത എന്ന് പറയപ്പെടുന്ന സംസ്കരണത്തിന്റെ മഹോന്നത പദവിക്ക് പറയുന്ന ഒറ്റ വാക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടി എന്ന നിലയിൽ അതിന്റെ പൂർത്തീകരണം നടന്നിട്ടുള്ളത് അവിടെ മാത്രമാണെന്ന് അവിടുത്തെ പ്രകീർത്തന കാവ്യ വരികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഉന്നത സംസ്കാരം ഉന്നതമായ സ്വഭാവമാണ്. സംസ്കാരം എവിടെയും ഒരു മനുഷ്യൻ ആഗ്രഹിക്കാണ്. ഏറെ അറിവുണ്ടായിട്ടും അവനിൽ സംസ്കാരമില്ലല്ലോ, ഏറെ സമ്പത്തുണ്ടായിട്ടും അവരിൽ സംസ്കാരമില്ലല്ലോ, എത്ര വലിയ തറവാടിയായിട്ട് എന്താ കാര്യം, സംസ്കാരമില്ലല്ലോ. ആ വലിപ്പത്തെ പറയുന്നതിനോടൊപ്പം സംസ്കാരമില്ലല്ലോ എന്ന ഒരു ചെറിയ പ്രയോഗത്തെ അതിൻ്റെ ഇപ്പുറ ദിശയിൽ വെക്കൽ വഴി ആ വലിപ്പം മുഴുവൻ തകർന്നടിഞ്ഞ് താഴെ വീഴുകയാണ്. ഇത് നമ്മളിൽ ചൂണ്ടിക്കാണിക്കപ്പെടാൻ നാം അനുവദിക്കരുത് എന്ന ഒരു വലിയ ഉപദേശം ഓരോ പ്രവാചക ജന്മദിന ആഘോഷങ്ങളും അല്ലെങ്കിൽ അവിടത്തോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മെ നിർബന്ധിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉന്നത സംസ്കാരം ഉന്നത സ്വഭാവമാണ്. മനുഷ്യരെ സംസ്കരിക്കുക എന്നത് ഇസ്ലാം വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിം എന്ന പ്രയോഗം ഒരാളിൽ നടത്തപ്പെടണമെങ്കിൽ തന്നാൽ മറ്റൊരാൾക്ക് നാവ് കരങ്ങൾ ഉപദ്രവമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെയാണ് ഒരാളെ മുസ്ലിം എന്ന് പറയാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി സ്വഹീഹ് മുസ്ലിം. മറ്റുള്ളവർക്ക് തന്റെ നാവും കരങ്ങളും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നിടത്ത് ഒരാളെ മുസ്ലിം എന്ന് പറയാം. ഒരു വലിയ ഉന്നതമായ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ എതിർവാദമറ്റ വചനങ്ങൾ കൊണ്ട് മുസ്ലിം എന്ന പദത്തിന് പോലും നിർവചനം കൊടുത്തു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ കീഴടക്കേണ്ട അചഞ്ചലമായ അള്ളാഹുവിലുള്ള വിശ്വാസം. എന്നാൽ അത് സൽസ്വഭാവമാണെന്ന് മറ്റൊരു ഹദീസിലും കാണാം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാഹ്യ ആന്തരിക
പ്രവണതകളിൽ ഇസ്ലാം മനുഷ്യനിൽ നിർബന്ധിക്കുന്നത് സംസ്കാരം തന്നെയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന്റെ ഏകദേശം 2600 കൊല്ലം മുന്നേ പരിശുദ്ധ കഅബയുടെ പടവുകൾ നിർമ്മിക്കുന്ന ആ ധന്യമുഹൂർത്തത്തിൽ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം പിൻഗാമികളുടെ പ്രവാചകത്വ നിയോഗത്തിൽ അവിടുന്ന് അന്ന് ദീർഘവീക്ഷണം ചെയ്ത് പ്രാർത്ഥിച്ച വാക്കുകളിൽ പോലും വയുസക്കീഹിം എന്നാണ്. തന്റെ പ്രബോധിതരിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലിന്റെ ആദ്യപടികൾ സംസ്കാരമുള്ളവരാക്കും എന്നുള്ളതായിരുന്നു. ഉന്നതമായ സ്വഭാവത്തിന് ഉന്നത സംസ്കാരം അനിവാര്യമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിർബന്ധമായ നിസ്കാരം പോലും അത് നിർബന്ധമാണെന്ന് പറയുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ അവിടുത്തെ ജീവിതത്തിന്റെ സിംഹഭാഗം എടുത്ത പണി സംസ്കാരം പഠിപ്പിക്കലായിരുന്നു. ഹിജറയുടെ തലേവർഷം നിസ്കാരത്തിന്റെ നിർബന്ധിത എന്ന് പറഞ്ഞാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 52 വയസ്സിൽ നിസ്കാരത്തിന്റെ നിർബന്ധിത മതനിയമമായി ഏൽപ്പിച്ചു തരുമ്പോൾ അതിന്റെ മുമ്പുള്ള 63 വയസ്സ് ജീവിച്ചതിൽ അവസാനത്തെ 11 വർഷം ഒഴിച്ചാൽ അതിനു മുമ്പുള്ള കാലം മുഴുവൻ നിസ്കരിക്കൂ എന്നല്ല പറഞ്ഞത്, സംസ്കാരമുള്ളവരാകൂ എന്നതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നത്. പരിശുദ്ധ പ്രബോധനം നടന്നത് ആ കാര്യത്തിലാണ്. ഇനി നമ്മൾ നോക്കൂ, ഇസ്ലാമിക അധ്യാപനങ്ങളുടെ എല്ലാ ഇടങ്ങളിലും, ഉദാഹരണം മദ്രസ തലങ്ങൾ, അവിടെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മതം പഠിപ്പിക്കപ്പെടുന്ന മദ്രസയിലെ വ്യവസ്ഥാപിതമായ സിലബസ് അക്ഷരം പഠിച്ചു തുടങ്ങി അത് കൂട്ടിച്ചേർത്ത് വായിച്ച് പദങ്ങളിലൂടെ വാക്കുകളിലൂടെ വാചകങ്ങളിലൂടെ ഒരു തത്വം പഠിക്കുന്നതിന് മുമ്പേ പെരുമാറ്റങ്ങളിൽ ഉണ്ടാവേണ്ട സംസ്കാരത്തെ അക്ഷരം പഠിക്കുന്നതിന് മുമ്പ് അമൃത് പോലെ പഠിപ്പിച്ചു. മാതാവിന്റെ മടിത്തട്ടിൽ മുതൽ പിച്ചവെച്ച ആദ്യകാലം മുതൽ മദ്രസയുടെ ബാലപാഠങ്ങളിൽ അക്ഷരം പഠിക്കുന്നതിന് മുമ്പും സംസ്കാരം പഠിപ്പിച്ചു. അക്ഷരങ്ങൾ പഠിച്ച് വാക്കുകൾ ചേർത്ത് വായിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ പിന്നെ അവന്റെ സിലബസിൽ കടന്നു വന്ന പ്രധാന സബ്ജക്റ്റ് അഖ്ലാഖ് എന്നതാണ്. സ്വഭാവങ്ങൾ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ പേര്. സ്വഭാവങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് ഒരു മതത്തിന്റെ പ്രധാന സിലബസ്. അതങ്ങനെ നിലച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പാഠ്യപദ്ധതിയിലെ ഇന്ന് നാം കാണുന്ന സിലബസിൽ ദീർഘകാലം നിലകൊള്ളുന്ന ഒരു സബ്ജക്റ്റ് സ്വഭാവങ്ങൾ, അഖ്ലാഖാണ്. അത് ഈ വർഷം പറഞ്ഞതല്ല, അടുത്ത വർഷം പറയാം. അത്രയും സ്വഭാവങ്ങൾ പഠിപ്പിക്കപ്പെടുകയാണ് പരിശുദ്ധമായ സിലബസുകളിലൂടെ. ഇസ്ലാമിന്റെ ബാലപാഠങ്ങളെ ശാസ്ത്രീയമായി പഠിപ്പിക്കപ്പെടുന്ന മദ്രസകളിൽ പോലും അഖ്ലാഖ് എന്ന വിഷയം വിദ്യാർത്ഥികളിൽ എല്ലാ ക്ലാസ്സുകളിലും ഓരോ തരക്കാർക്കും പ്രത്യേകം ഉണ്ട്. എന്നിട്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ സംസ്കാരം പഠിക്കുന്നില്ല എന്നത് നമ്മുടെ ഒരു സ്വകാര്യ ദുഃഖവും കൂടിയാണ്. അതായത് ഞാനും നിങ്ങളും. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം അതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലയിക്കേണ്ട ഒരു പ്രവാചക പ്രണയത്തിലെ ഏറ്റവും മഹോന്നതമായ ചിന്ത ഇതായിരിക്കണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ ഖുർആൻ പ്രകീർത്തിച്ചു പറഞ്ഞ നിരവധി ആയത്തുകളുണ്ട്. അതിലെ ഏറ്റവും വലിയ പ്രകീർത്തനം എന്ന് പറയപ്പെട്ടിട്ടുള്ളതും ഈ സ്വഭാവ വിശേഷം പറഞ്ഞുകൊണ്ടാണ്. അങ്ങ് മഹോന്നതമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഖലമിന്റെ 4-ാമത്തെ ആയത്താണിത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഇമാം സാവി രേഖപ്പെടുത്തുന്നു. ഹാദാ അഅ്ളമു മദ്ഹിൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഏറ്റവും വലിയ പ്രകീർത്തനം അവിടുന്ന് ഉന്നതമായ സ്വഭാവക്കാരനായിരുന്നു എന്ന് പറയുന്ന ഈ ആയത്ത് തന്നെയാണ്. അപ്പൊ അത്രത്തോളം സ്വഭാവ മഹിമ അത് വലുത് തന്നെയാണ്. ഉത്കൃഷ്ട സ്വഭാവത്തിലെ തിരുനബി മാതൃകകൾ എന്ന ഒരു ചിന്തയിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹു നമുക്ക് അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖുഹു അൽ ഖുർആന. അവിടുത്തെ സ്വഭാവം ഖുർആൻ തന്നെയായിരുന്നു. എന്താണ് ഖുർആൻ? അതിന്റെ പ്രായോഗികതയാണ് മുഹമ്മദ് നബിയുടെ ജീവിത പെരുമാറ്റങ്ങൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് നബിയെ നല്ല സ്വഭാവം?
അവിടുന്ന് അപ്പോൾ അതിന് കൊടുത്ത മറുപടി സൂറത്തുൽ അഅ്റാഫിന്റെ 199 ആയത്തിന്റെ ഭാഗം അങ്ങ് ഓതി കേൾപ്പിച്ചു. എന്താണ് സൽ സ്വഭാവം, നല്ല സ്വഭാവം എന്ന് പറഞ്ഞ എന്താ? ഖുദുൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, വിട്ടുവീഴ്ച നീ മുറുകെ പിടിക്കണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. രണ്ടാമത്തേത് വഅ്മുർ ബിൽ ഉർഫി, മാന്യമായത് കൽപ്പിക്കണം, മാന്യത തോന്നുന്നത് നീ ഏറ്റെടുത്ത് അത് കൽപ്പിക്കണം. മൂന്നാമത് പറഞ്ഞത് വഅഅ്രിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്തവൻ പറയുന്നതിന്റെ പിന്നാലെ പോവാതെ അതങ്ങ് വിട്ടുകളഞ്ഞേക്കണം. ഇതാണ് ഒരു ഉന്നതമായ സ്വഭാവത്തിന്റെ അടയാളങ്ങളായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തോതിയിട്ട് സ്വഹാബിയോട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഹുവ അൻ തസില മൻ ഖതഅക, നിന്നെ മുറിച്ചു പോകുന്നവന് നീ ചേർക്കാൻ പോവാ എന്നതാണ് അതിനർത്ഥം. വതുഅതിയ മൻ ഹറമക, നിനക്ക് തരാനുണ്ടായിരുന്ന അവസരത്തിൽ തരാതെ പോയവന് നീ കൊടുക്കാൻ കിട്ടുന്ന അവസരത്തിൽ കൊടുത്തു വീട്ടലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതഅഫു വമൻ വലബക, നിന്നെ ആക്രമിച്ചവനോട് നീ മാപ്പ് കൊടുക്കലാണ്. അഫ്വ് എന്ന് പറഞ്ഞാൽ അടയാളമില്ലാതെ, ഒരു കറ പോലും മനസ്സിൽ ഒരിക്കലും ഉണ്ടാവാതെ നിരുപാധികം നിശേഷം അങ്ങ് മാപ്പ് കൊടുക്കുക. ഒരിക്കലും അതിൻ്റെ ഒരു ലാഞ്ചന പിന്നീട് മനസ്സിൽ ഓർക്കാൻ പറ്റൂല. അത്രയും മനസ്സിൽ നിന്ന് ആർദ്രമായി കൊടുക്കുന്ന ഒരു മാപ്പ് കൊടുക്കലിനെ അഫ്വ് എന്ന് പറയാം. അങ്ങനെ കൊടുക്കാൻ കഴിയണം. ഇങ്ങനെയൊക്കെ എത്തുന്നോടത്താണ് ഒരു മനുഷ്യന് ഒരു പ്രവാചക അനുകരണത്തിന്റെ ഏറ്റവും പരിപൂർണത കിട്ടാം. ഇത് പറഞ്ഞിട്ട് സ്വഹാബിയോട് പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവങ്ങളിലെ ഏറ്റവും ആദരണീയമായ സ്വഭാവങ്ങളെ പൂർത്തീകരിച്ച് ജീവിച്ചു കാണിക്കാനാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഗസാലിയുടെ ഇഹ്യാഇൽ ഈ സംഭവം ഉദ്ധരിച്ചതായി കാണാം. അതുകൊണ്ട് ഒരു മുഹമ്മദ് നബിയുടെ ജീവിതത്തെ ഞാൻ അനുകരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ നബി ഇങ്ങനെയായിരുന്നു എന്ന തോന്നലുകൊണ്ട് നമുക്ക് നമ്മെ സംസ്കരിക്കാൻ കഴിയുന്നോടത്ത് നമുക്ക് പറയുന്ന പേരാണ് സൽ സ്വഭാവി. നല്ലൊരു ദിവസമല്ലേ, നല്ലൊരു മാസമല്ലേ, ഞാനത് അങ്ങോട്ട് വിട്ടേക്കാം. എന്തുകൊണ്ട്? ഞാൻ ഈ നബിദിനവും നബി സ്നേഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാ. എൻ്റെ വായിന്ന് ആ വർത്താനം പറയാൻ പറ്റൂല. ആ ഒരു ചിന്തയിൽ നീ പോയി നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരത്തിനാണ് സൽ സ്വഭാവിയുടെ നിസ്കാരം എന്ന് പറയാം. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് കാണാം. അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി മാ ശൈഉൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസൻ. ഒരാൾ ഈ സ്വഭാവത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന അമലുകൾക്കാണ് മീസാനിൽ ഭാരം നിറയ്ക്കാൻ കഴിയാ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നല്ലാഹ ലയബ്ഗദുൽ ഫാഹിഷൽ ബദീഅ, കച്ചറ സ്വഭാവക്കാരനോട് അല്ലാഹ് 24 മണിക്കൂറും കോപമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരിപൂർണതയെ വാഴ്ത്തപ്പെട്ട എത്രയെത്ര വജസ്സുകൾ. ഇമാം ബൂസൂരിയുടെ അനിഷേധ്യമായ വാക്കുകൾ, ഫഹുവല്ലദീ തമ്മമഅനാഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ആരാണ് ഹബീബ് എന്നറിയുമോ? അർത്ഥവും ആശയവും ജീവിതവും രൂപവും ആകാരഭംഗിയും എല്ലാം പരിപൂർണം ഹബീബേ മുഹമ്മദ് മുസ്തഫ. വെറുതെയല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ്. അങ്ങയെ അല്ലാഹു തെരഞ്ഞെടുത്തത് ഹബീബ, അള്ളാന്റെ ഇഷ്ടഭാജനമായി അങ്ങേക്ക് അല്ലാഹു അവന്റെ സൃഷ്ടികളിൽ ഒരു സീറ്റ് തന്നത്. അതുകൊണ്ടാണ് നബിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇബാദത്തിലാണോ കാര്യം? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളും അവൻ ചെയ്യുന്ന അമൽ കൊണ്ട് സ്വർഗത്തിലേക്കില്ല. വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങനെയോ?
അവിടെന്ന് പറഞ്ഞത് വലാന, ഞാനും ഇബാദത്ത് കൊണ്ട് സ്വർഗം പ്രാപിക്കാൻ യോഗ്യനല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ സ്വർഗം കിട്ടുന്നത് അള്ളാഹുവിന്റെ ഒരു പൊരുത്തത്തിലാണ്. കേട്ടോളൂ, എന്നാൽ അള്ളാന്റെ പൊരുത്തമുണ്ടെങ്കിൽ അല്പം മതി, അള്ളാഹു ഇഷ്ടത്തോടുകൂടെ നോക്കുന്നുവെങ്കിൽ അല്പം മതി. കേട്ടോളൂ, ഇമാം ഗസ്സാലി തന്നെ രേഖപ്പെടുത്തുകയാണ്, ഖാല റസൂലുള്ളാഹി ഇന്നൽ അബ്ദ ലയബ്ലുഗു ബിഹുസ്നി ഖുലുഖിഹി അളീമ ദറജാത്തിൽ ആഖിറ. നല്ലോണം പെരുമാറാൻ, നല്ലവണ്ണം വർത്തമാനം പറയാൻ, ഒരാളെ വെറുപ്പിക്കാതെ, മുസിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ നാവ് ഉപയോഗിക്കാൻ കഴിയുന്നോടത്ത് അള്ളാന്റെ ഹബീബ് പറയാ, വലിയ വലിയ ജിഹാദിന് പോയി കിട്ടുന്ന പ്രതിഫലം ഒരാൾക്ക് സ്വായത്തമാക്കാൻ ഈ നിസ്സാരമായ പ്രവർത്തനത്തിലൂടെ സാധ്യം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യനിൽ സംസ്കരണം വരുമ്പോൾ, അയാളുടെ പെരുമാറ്റത്തിലെ വിനയം കാണുമ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹനെ പറയാതെ പറ്റില്ലല്ലോ. ഇമാം ഗസ്സാലി ചർച്ച കൊണ്ടുവരുന്ന ഇഹ്യയിലെ പ്രധാന അധ്യായത്തിൽ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാനായ രാജാവിന്റെ ഒരു പെരുമാറ്റത്തെ പറയുന്നുണ്ട്, ഉദാഹരിക്കുകയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ ഇഴകളിലേക്കും ഇഴകിച്ചേർന്നു കഴിഞ്ഞാൽ, ആ നിറവും പകിട്ടും ആ പൂർണ്ണതയും വന്നു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ സംസ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇബ്രാഹിം ഇബ്നു അദ്ഹമനെ പോലെ തന്റെ സൈന്യം യുദ്ധത്തിന് പോയി പ്രജകളെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ യുദ്ധത്തിന്റെ സന്നിഗ്ധമായ ഘട്ടത്തിലേക്ക് മഹാനായ രാജാവും വേഷപ്രച്ഛന്നനായി അല്ലെങ്കിൽ രാജപ്രൗഢിയെ മാറ്റി വെച്ചുകൊണ്ട് ചൊല്ലുകയാം. സൈന്യത്തിന്റെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ശീതീകരിച്ച അകത്തളത്തിൽ വെഞ്ചാമരത്തിന്റെ തണുത്ത കാറ്റുകൊണ്ട് സുഖിക്കുകയല്ല രാജാവ് ചെയ്തത്. സൈന്യത്തിന്റെ മുറിവേറ്റ ശരീരത്തിന്റെ വേദനയോടൊപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞ് രാജാവും ചൊല്ലുകയാണ്. രാജപ്രൗഢിയെല്ലാം അഴിച്ചു വെച്ച് ചൊല്ലുന്ന, ദുനിയാവിന്റെ ആർഭാടങ്ങളെ ഒഴിവാക്കിയ മഹാനായ സൂഫി, മഹാനായ റഈസുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ഖജാ റളിയല്ലാഹു അൻഹു സൈന്യത്തിന്റെ ഇടയിലേക്ക് ചെന്നു. ഒരു സാധാരണ പട്ടാളക്കാരന്റെ പരിസരത്ത് കൂടി മാറി. അയാൾ ഈ വേഷഭൂഷാദികൾ കണ്ടപ്പോ ചോദിച്ചു, ആരാണ് നീ? ആരാണ് നീ? അൻത അബ്ദ്, നീ അടിമയാണോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അടിമയാണ്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല പട്ടാളക്കാരൻ. നീ അടിമയാണോ? ആരാ നീ? നീ അടിമയാണോ? ഞാൻ അടിമയാണ്. അടിമകളൊക്കെ ഇവിടെ കിടന്നെന്തിനാ മാറുന്നത്? അടിമകൾക്ക് വേണ്ടി ഒരു താവളം നിശ്ചയിച്ചു തന്നിട്ടുണ്ടല്ലോ, അങ്ങോട്ട് പോകോ. നിന്റെ താവളം എവിടെയായിനല്ലോ ഇമ്രാൻ? നിന്റെ താമസ സ്ഥലം എവിടെ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സൂഫി, പ്രവാചക പ്രേമത്തിൽ ലയിച്ച സൂഫി, മനസ്സ് മുഴുവൻ ആഖിറം. എന്റെ താമസ സ്ഥലം എന്ന് പറഞ്ഞ കയ്യിന്റെ വിരല് ചൂണ്ടാനുള്ളത് തൊട്ടടുത്ത പള്ളിപ്പറമ്പിന്റെ അങ്ങോട്ട് ചൂണ്ടിയിട്ട്, ആ കാണുന്ന ഖബർസ്ഥാനാണ് എന്റെ താമസ സ്ഥലമെന്ന് മഹാനവറുകൾ പറഞ്ഞു. ഈ പട്ടാളക്കാരൻ ആ ഭാഷ മനസ്സിലായില്ല. ഒന്നുകൂടി ചോദിച്ചു, നിന്റെ താമസം എവിടെ? വീണ്ടും പറഞ്ഞു, ആ കാണുന്ന ശ്മശാന ഭൂമിയാണ് എന്റെ താമസ സ്ഥലം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ സൂഫിസത്തിൽ കലർന്ന വാക്കിന്റെ ആഴങ്ങളിൽ ഇറങ്ങാൻ അനുവാചകനായ സാധാരണ പട്ടാളക്കാരന് കഴിയാതെ വന്നപ്പോ, യുദ്ധത്തിന്റെ ചടുലമായ എല്ലാ ചുവടുവെപ്പുകളിലും അദ്ദേഹത്തിന്റെ സമയം തികയാത്ത അവസ്ഥയിൽ തിരക്ക് കൂടി കയ്യിലുള്ള ചാട്ട കൊണ്ട് ഒരടി കൊടുത്ത് മാറ്റി നിർത്തി. പെട്ടെന്നതാ ശിരസ് പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. മഹാനവറുകൾ അത് അമർത്തി പിടിച്ചുകൊണ്ട് വാർന്നൊലിക്കുന്ന രക്തകണങ്ങളെ തുടച്ചു മാറ്റി ആരും കാണാതെ മാറി നിൽക്കുമ്പോൾ, പെട്ടെന്ന് കുറെ പട്ടാളക്കാര് ചുറ്റിലും കൂടി അടിച്ച പട്ടാളക്കാരനെ വിമർശിക്കാൻ തുടങ്ങി. അയാളോട് ചോദിക്കാൻ തുടങ്ങി, ആരാണിതെന്നറിയുമോ? എനിക്കറിയില്ല. എടോ, ഇതാടോ മഹാനായ രാജാവ് ചക്രവർത്തി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. പട്ടാളക്കാരൻ താഴെ ഇറങ്ങി ഒട്ടകത്തെ മാറ്റി നിർത്തി. യുദ്ധത്തിന്റെ കെടുതിയിൽ അദ്ദേഹത്തിന്റെ തിരക്കുകൾ മറന്നു. പ്രിയപ്പെട്ട രാജാവിന്റെ കൈത്തണ്ടിൽ ചുംബനം കൊടുത്തു. ആ കാൽപാദത്തിൽ വീണു. ക്ഷമാർപ്പണം നടത്തി പുഞ്ചിരിച്ചുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ടോ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും സമാശ്വസിപ്പിച്ചു.
ആ പട്ടാളക്കാരനെ സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ചു. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എന്തിനാ തങ്ങളെ ലിമ ഖുൽതലഹു അന അബ്ദ്, ഞാൻ അടിമയാണെന്ന് എന്തിനാ ആദ്യം തന്നെ പറഞ്ഞത്? സ്നേഹത്തോടുകൂടെ വാർന്നൊലിക്കുന്ന രക്തത്തെ തുടച്ചു മാറ്റി മുറിവിൽ മരുന്ന് വെച്ച് കിട്ടുന്ന നെഞ്ചിന്റെ മിടിപ്പിനെ കാതുകൊണ്ട് കേൾക്കും വിധം അണച്ചുപിടിച്ച തന്റെ പ്രിയപ്പെട്ട മറ്റൊരു പരിചാരകൻ ചോദിച്ച ചോദ്യത്തിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, എന്നോടയാൾ ചോദിച്ചത് എന്റെ പേരോ നാടോ മറ്റോ ആണെങ്കിൽ ഞാൻ അങ്ങനെ മറുപടി പറയുമായിരുന്നു. അല്ലാഹുവിന്റെ അടിമയായ എന്നോട് നീ അടിമയാണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മുന്നിൽ എന്റെ വ്യക്തിത്വത്തെ ഞാൻ മറക്കുകയാ, അല്ലാഹുവിന്റെ ദാസൻ എന്ന പദവിയെ ഞാൻ ഓർക്കുകയാ. എന്റെ നാവ് വഴങ്ങുന്നത് അങ്ങനൊരു ഉത്തരം പറയാൻ അതെ എന്ന വാക്കുകളിലേക്ക് പരിമിതമാണ്. പിന്നെ എന്നെ അവൻ തല്ലി ചോര പൊടിഞ്ഞപ്പോഴും എനിക്കവനോട് വിരോധമില്ല. നിനക്കറിയോ കൂട്ടുകാരാ, എന്റെ ശിരസ് പൊട്ടി ചോര വരുമ്പോഴും ഞാൻ നിറഞ്ഞ കണ്ണുകളോടുകൂടെ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ആ പട്ടാളക്കാരന് നീ സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്തു. നമുക്കാർക്കും കഴിയാതെ മറ്റുള്ളവരുടെ തലക്ക് മുകളിൽ കെട്ടിവെച്ചിട്ട് എല്ലാ ഭാരവും ഇറക്കി കൈ കഴുകുന്ന മുസ്ലിമിന്റെ മുന്നിൽ പ്രവാചക പ്രേമിയുടെ വാക്കുകൾ കേട്ടോളൂ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുത്തുന്ന വാക്ക് പറയാ, ഈ ശിരസിന് മുറിവുണ്ടാക്കിയവന് സ്വർഗം കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അവൻ എന്നെ വേദനിപ്പിച്ചാൽ വേദനയിൽ മനസ്സിനും ശരീരത്തിനും എന്തെങ്കിലും അസഹ്യമായതും സഹിക്കാൻ പറ്റാത്തതുമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അല്ലാഹ് കൂലി തരുമെന്നല്ലേ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. മുള്ളുകൊണ്ട് മുറിവിന്റെ വേദനക്ക് പോലും കൂലിയുണ്ട് എങ്കിൽ, ഈ മുറിവ് മുഖേന എനിക്ക് വേദനയ്ക്ക് കൂലിയുണ്ട് എങ്കിൽ, എനിക്ക് ആ വേദനയ്ക്ക് കൂലി തരുന്ന സഹോദരൻ കാരണക്കാരൻ, അയാൾക്ക് എന്തുകൊണ്ട് അള്ളാഹു സ്വർഗം കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൂടാ? സ്വഭാവ സംസ്കരണത്തിലേക്ക് പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ വെളിച്ചം കടന്നാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബിന്റെ മുന്നിലേക്ക് സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞല്ലോ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണിനെ പറ്റി പലപ്പോഴും നമ്മൾ പറഞ്ഞതാ. ഇമാം ബൈഹഖിയുടെ ശുഅബിൽ കാണാം ഹദീസ്. പകല് മുഴുവൻ അവൾക്ക് നോമ്പാണ്, രാവ് മുഴുവൻ ഹയാത്താക്കുന്നു, നിസ്കാരമാണ് അവളുടെ ജീവിത മുദ്ര. അവളുടെ നാവ് ശരിയല്ല നബിയേ. വതുദി ജീറാനഹാ ബിലിസാനിഹാ, അയൽവക്കത്തുള്ളവരോട് നല്ലത് പറയാൻ ആ നാവിന് വഴക്കമില്ല. അവൾ ഒരുപാട് നിസ്കരിക്കും, പകല് മുഴുവൻ നോമ്പ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ആ ഒറ്റ പ്രശ്നം മതി, ഒക്കെ പോയി. പ്രവാചക ജീവിതം അതിനെ നിശ്ചിതമായി നിരൂപിച്ചു. ഒറ്റ വാക്ക്, ലാ ഖൈറ ഫീഹാ വഹിയ മിൻ അഖ്ലിന്നാർ. രാവ് ഹയാത്താക്കിയ നിസ്കാരമോ പകലിനെ ധന്യമാക്കിയ വ്രതമോ അതുകൊണ്ട് പ്രയോജനം ഇല്ലേ ഇല്ല. അവൾ നരകവാസിനി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ തലത്തിലുള്ളതായ കണക്കുകൂട്ടലുകൾ പ്രവാചക ജീവിതത്തെ അനുകരിക്കുന്നോടത്തും പഠിക്കുന്നോടത്തും സല്ലല്ലാഹു അലാ മുഹമ്മദ്. മനുഷ്യ സംസ്കരണത്തിനതല്ലേ വേണ്ടത്. ക്ഷമയുടെ മഹത്വം പറയാൻ ഏറെ ക്ഷമിച്ചു കാണിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു രസകരമായ സംഭവമാണ്. ഒരു സദസ്സിനെ സംബോധനം ചെയ്തിങ്ങനെ ഇരിക്കുക. അപ്പോഴുണ്ട് ഒരു അയറാബി. അവർക്ക് അങ്ങനെയാണല്ലോ, കുറച്ച് പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ട് മഹാനായ സ്വഹാബി, അദ്ദേഹത്തിന്റെ ഒരു രീതി, അയറാബിയാണല്ലോ, അയറാബിയായ സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഹബീബിന്റെ മുന്നിലൂടെ നേരെ വന്നുകൊണ്ട് ചോദിച്ചു. സദസ്സ് എല്ലാവരും കണ്ടു. മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒന്നുകൂടി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ വന്നുകൊണ്ട് സ്വഹാബി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ സ്വഹാബിയോട് പറഞ്ഞു, നല്ല സ്വഭാവമാ ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം, ഹുസ്നുൽ ഖുലുഖ്. സ്വഹാബിക്ക് അത്ര തൃപ്തിയല്ല. ദീൻ എന്ന് പറഞ്ഞ ഒരു 200 പേജിന്റെ വരയിട്ട ബുക്ക് നിറച്ച് എഴുതി കൊടുക്കും, ഇതൊക്കെ ദീൻ, ഇതൊക്കെ ദീൻ. ദീൻ അതൊന്നുമല്ല, നല്ല സ്വഭാവം, അത്രേ മറുപടി കൊടുത്തുള്ളൂ. തൃപ്തിയായില്ല. നന്നാവാൻ വേണ്ടി എന്തെങ്കിലും ഒരു ദിക്റ് ചൊല്ലണമെന്നുണ്ട്. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. അയ്യേ, ഇതൊന്നും അല്ലാതെ ചൊല്ലണല്ലേ, അത് മതി, ഒരെണ്ണം ചൊല്ലിയാൽ മതി നന്നാവാൻ. തൃപ്തി വന്നില്ല.
വീണ്ടും ആ സ്വഹാബി അള്ളാന്റെ ഹബീബിന്റെ വലത് വശത്തുകൂടി പിന്നെ നിബിതങ്ങൾ മറന്നിട്ടുണ്ടാവുമെന്ന ഒരു സമയത്തെ കണക്ക് കൂട്ടി പിന്നെ വലത് വശത്തുകൂടി വന്നിട്ട് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം തന്നെ ആവർത്തിച്ചു, ദീനെന്ന് പറഞ്ഞാൽ എന്താ നബിയെ? ഉത്തരവും അത് തന്നെ, അൽ ഹുസ്നുൽ ഖുലുഖി, നല്ല സ്വഭാവമാ നബി മുഹമ്മദ് മുസ്തഫ. ചോദ്യം 2 വട്ടമായി. സ്വഹാബിക്ക് തൃപ്തിയായില്ല. കുറെ കഴിഞ്ഞ ഇടത് വശത്ത് കൂടി വന്ന് ചോദിച്ചു, അള്ളാന്റെ ഹബീബേ ദീനെന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരം പഴയത് തന്നെ, നല്ല സ്വഭാവം. 3 വട്ടം 3 ദിശയിലൂടെ ചോദിച്ചിട്ടും തൃപ്തി വരാത്ത സ്വഹാബി ഇനി ആ സദസ്സിന്റെ മാന്യത മറന്നുകൊണ്ട് ചോദിക്കാ പിന്നിലൂടെ വന്ന് പിന്നിൽ നിന്ന് ചോദിക്കുന്നു. ഹബീബായ നബിയോട് ചോദിച്ചു, എന്താണ് ദീന്? അള്ളാന്റെ ഹബീബ മോന്റെ കയ്യങ്ങ് പിടിച്ചു, എന്നിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്നിരുത്തി, എന്നിട്ട് മുഖത്തോട് മുഖം ചേർത്ത് പിടിച്ചിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഫൽതഫത ഇലൈഹി അമാ തഫ്ഖഹു, മോനെ പൊന്നെ നിനക്ക് മനസ്സിലാവാനിട്ടാണോ? ഹുവ അല്ലാ തഗ്ളിബ, ഇതുപോലെയുള്ള സന്ദർഭത്തിൽ ദേഷ്യപ്പെടാതെ പിടിച്ചു നിൽക്കല ദീനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളാണെങ്കിൽ 2ാമത്തെ പ്രാവശ്യവും ഉത്തരം കൊടുത്താൽ 3ാമത്തെ പ്രാവശ്യം ചൂടാവും, 4ാമത് പിന്നിലൂടെ വന്നെങ്കിൽ കൊട്ടേഷൻ ഏൽപ്പിക്കും തട്ടിക്കളയാൻ. നമ്മുടെ ദീൻ എങ്ങനെയാ? പിടിച്ചു നിർത്തി മുഖത്തോട് മുഖം. ആ ഒരു ചേർത്ത് പിടിക്കലിനും ആ ഒരു ചിരിച്ചു കാണിക്കലിനും സ്വഹാബി കണ്ട ഒരു തന്ത്രമായിരിക്കാം അത്. 4ാമത്തെ വട്ടം ചിരിച്ചു മുഖത്തോട് നോക്കിയിട്ട്, മോനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ കോപിക്കാതിരിക്കാ, ഇതാണ് ദീൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു. കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചില കൺട്രോളിങ് പൊയ്ക്കളി. ദേഷ്യപ്പെടാനുള്ള ഒരു നമ്മുടെ ദേശപ്രകടനത്തിന്റെ ഒരു പ്രധാന ഉപകരണമാണ് ഭാര്യ എന്നാണ് ചില ഭർത്താക്കന്മാർ ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിക്കാൻ തയ്യാറാവുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു രംഗം അതാണ്. ഈ അമ്പെയ്ത്ത് പഠിക്കാൻ വേണ്ടി ഒരു ഡമ്മി ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ ഷൂട്ടിംഗ് പഠിക്കാൻ വേണ്ടി വെടിവെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി ഉണ്ടാക്കി വെക്കും. അതിലേക്ക് ഇങ്ങനെ വെടിവെച്ച് പഠിക്കുക, അമ്പെയ്ത് പഠിക്കുക, ഉന്നം പഠിക്കുക. അതെല്ലാം അങ്ങനെ നിന്ന് സഹിക്കുക. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ എല്ലാ കൊള്ളരായ്മ തരങ്ങളും കേട്ടും സഹിച്ചും, വാപ്പാക്ക് വിളിയാണ് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ആ 13 രോമം പിരിച്ചു വെച്ചുകൊണ്ട് മീശ പിരിച്ച് കാണിക്കുന്ന ആണത്തത്തെക്കാളും അവളുടെ കയ്യിൽ നിന്നും ആദരവ് പിടിച്ചു പറ്റലിലാണ് ഏറ്റവും വലിയ ആണത്തമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സ്വഹാബി വനിത, അവിടുത്തെ പത്നി, ഇമാം ഖുർത്തുബിയുടെ തദ്കിറയിൽ കാണാം സംഭവം. ചിന്തനീയമായ ചോദ്യവുമായി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നി വന്നുകൊണ്ട് ചോദിക്കാൻ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ്, അവൾക്ക് 2 ഭർത്താവ് ഉണ്ടായിരുന്നു ഭൂമിയിൽ. എങ്ങനെയാ? ആദ്യം ഒരാൾ വിവാഹം കഴിച്ച ഒരു സ്വാലിഹായ മനുഷ്യൻ, അവന്റെ കൂടെ കുറെ നാൾ ജീവിച്ചു. അവൻ സ്വാഭാവിക മരണത്തിൽ അവൻ ലോകത്തോട് വിട പറഞ്ഞു. അവളുടെ യൗവനം നിലനിൽക്കാൻ മറ്റൊരു സ്വാലിഹായ മനുഷ്യൻ അവളെ വീണ്ടും വിവാഹം കഴിച്ചു. ഇവൾക്ക് ഈ ഭൂമിയിൽ 2 പേരുടെ ഭാര്യയാകേണ്ടി വന്ന ഒരവസ്ഥ. അള്ളാഹുവിന്റെ ഖദർ ഖലായിൽ ഈ 2 ഭർത്താക്കന്മാർ മരിച്ച പോലെ തന്നെ ഇവളും മരിക്കണമല്ലോ. 3 പേരും മരിച്ചിരിക്കപ്പ, ഭാര്യയും 2 ഭർത്താക്കന്മാരും. സ്വർഗത്തിൽ ഇവൾ ആരുടെ ഭാര്യയാകും നബിയേ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബായ നബിയെ വളരെ ചിന്തിപ്പിച്ച ഒരു ചോദ്യമാ. മറുപടിക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല. അല്ലേ അഹ്സനിഹിമാ ഖുലുഖൻ കാന മഅഹ. മോളെ, ഈ 2 ഭർത്താക്കന്മാരിൽ ഇവളോട് നല്ല പെരുമാറ്റം ഏത് ഭർത്താവായിരുന്നു? ആ ഭർത്താവായിരിക്കും സ്വർഗത്തിൽ അവളുടെ ഭർത്താവ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ ചിരിച്ചു പോയി. എന്തുകൊണ്ട്? ഉമ്മു ഹബീബയുടെ സ്വർഗത്തിന്റെ ഭർത്താവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രം പോലെയായിരുന്നു ഈ ചോദ്യം. ജീവിതത്തിന്റെ അനുഭവത്തെ ചിന്തിച്ചുകൊണ്ടുള്ള ചോദ്യം. പോവാൻ വരട്ടെ മോളെ, ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇങ്ങനൊരവസ്ഥയുണ്ട് എങ്കിൽ പഠിച്ചു വെച്ചോ, നല്ല പെരുമാറ്റം എന്നത് ഭൂമിയുടെ മാത്രം അലങ്കാരമല്ല, സ്വർഗീയ സൗഭാഗ്യങ്ങൾക്കും അത് തന്നെ കാരണമെന്ന് പഠിച്ചോ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയോടുള്ള സ്നേഹപ്രകടനം ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗമതാണ്. ഭാര്യമാരോടുള്ള സ്നേഹപ്രകടനം
ഈ ഭൂമിയിൽ എനിക്ക് ആസ്വദിച്ച് മതിയാവാത്ത 3 കാര്യം. ഹുബ്ബിബയിലൈക്കും മിൻ ദുനിയാക്കും സലാത്ത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, സുനനുൽ കുബ്രയിൽ ഇമാം ബൈഹഖിയും മറ്റ് ധാരാളം മുഹദ്ദിഥീങ്ങളും രേഖപ്പെടുത്തുന്നു, ഈ ഭൂമിയിൽ ഞാൻ ആസ്വദിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും പൂർത്തീകരണം കഴിയാത്ത സുഖാസ്വാദനങ്ങളുടെ മഹോന്നതമായ 3 കാര്യങ്ങളൊന്ന്. ഒന്നാമത്തേത് അത്വീബ്, സുഗന്ധം. 2 എൻ്റെ ഭാര്യമാരോടുള്ള പ്രണയ നിമിഷങ്ങൾ. മൂന്നാമത്തേത് നിസ്കാരത്തിന്റെ ലഹരി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹബീബിന്റെ സ്വഭാവങ്ങളാ, അവിടുത്തെ താല്പര്യങ്ങളാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലുക്മാനുൽ ഹക്കീം, വലിയ മഹാൻ, 1000 വയസ്സ് ജീവിച്ച 4000 നബിമാരുടെ ഖാദിമായ മഹാൻ. നബിയല്ല ലുക്മാൻ, പിന്നെയോ അബ്ദാണ്, കൂടാതെ നല്ലൊരു തത്വചിന്തകനാണ്. ഹിക്മത്ത് റബ്ബുന നൽകി ലുക്മാനിന്, ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നു. വയസ്സായിരം ജീവിച്ചു ലുക്മാൻ എന്ന് റൂഹുൽ ബയാൻ തഫ്സീറിലും കാണുന്ന. 4000 നബിമാർക്കവർ ഖിദ്മത്ത് ചെയ്തിട്ടുമുണ്ടെന്നാണ് തന്റെ റിവായത്ത്. 4 പേജാ ലുക്മാനെ കുറിച്ച് സൂറത്തുൽ ലുക്മാനിന്റെ തഫ്സീർ മഹാനായ ഇസ്മാഈൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നത്. 4000 നബിമാരിൽ നിന്നും മഹാൻ പഠിച്ചതായ തത്വവചസ്സിൽ ചോദ്യവുമായി വന്നോടത്തെ മറുപടി പൊന്നുമോനും ചിന്തകൻ തന്നെ. ആ മകൻ ഉപ്പയോട് ചോദിച്ചതും ഉപ്പ മകന് പറഞ്ഞു കൊടുത്തതും ഖുർആന്റെ ആയത്തുകളാകും വിധം ചോദ്യോത്തരങ്ങൾക്ക് വിലയുണ്ട്, പക്വതയുണ്ട്. ഉപ്പയോട് മോൻ ചോദിച്ചു, പ്രിയപ്പെട്ട പിതാവേ, ഒരു മനുഷ്യനിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും ഹൈറായ കാര്യം എന്താ? ഫ്ലാറ്റ് ഉണ്ടെന്ന് പറയലാണോ, BMW ഉണ്ടെന്ന് പറയലാണോ? അവന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ചേർത്ത് വെച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ചിന്തിക്കേണ്ട ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഏറ്റവും പരിപൂർണ മറുപടി ഇതാണ്, അദ്ദീൻ, ദീന് ഉണ്ടാവാ എന്നുള്ളതാണ് അള്ളാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ സൗഭാഗ്യം. അപ്പൊ ചോദിച്ചു, രണ്ടാമതൊന്നുകൂടി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ഒന്നിനു ശേഷം ഏതായിരിക്കുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വൽ മാല്, സമ്പത്തും ദീനും. 1 ദീന്, 2 സമ്പത്ത്. അപ്പൊ ചോദിച്ചു, ഇനി മൂന്നാമതൊന്ന് ചേർക്കേണ്ടി വന്നാലോ? ഉപ്പ പറഞ്ഞു, അദ്ദീനു വൽ മാല് വൽ ഹയാ, ദീന്, സമ്പത്ത്, ലജ്ജ. നാലാമതൊന്ന് ചേർക്കേണ്ടി വന്നാലോ? നാലാമത്തേത് ദീന്, സമ്പത്ത്, ലജ്ജ, പിന്നെ സൽസ്വഭാവം. അഞ്ചാമതൊന്ന് ചേർക്കേണ്ടി വന്നാലോ? ദീന്, സമ്പത്ത്, ലജ്ജ, പിന്നെ സൽസ്വഭാവം, അതോടൊപ്പം കൊടുക്കാനുള്ള ആർദ്രത, മനസ്സ്. പിന്നെ ചോദിച്ചു, ആറാമതൊന്ന് ചേർക്കണോലോ ഉപ്പ? മോനെ, ഈ 5 തന്നെ മതി. ഈ 5 കൊണ്ടൊരാള് അള്ളാന്റെ വലി എന്ന പദവിയിലെത്തി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. 5 കാര്യങ്ങൾ കൊണ്ട് മുത്തുനബിയുടെ ഇഷ്ടക്കാരനാവാൻ ഒരാള് പരിശ്രമിക്കുന്നുവെങ്കിൽ ഈ 5ഉം തന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പൊടി തട്ടിയെടുത്താൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ അടിമ പോയി മുട്ടുമടക്കി ഇങ്ങനെ ഇരിക്കാം, മുട്ടുകെട്ടി നിൽക്കാ. സന്തോഷമില്ല അവന്റെ മുഖത്ത് സങ്കടമാ. അള്ളാനെ കാണാൻ വന്നതാ. ഹബീബായ നബി തങ്ങൾ മദീനയിൽ വെച്ച് കണ്ട ഒരു സ്വപ്നമാണിത്. അള്ളാന്റെ ഹബീബിന്റെ സ്വപ്നം ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം. ഒരു അടിമ വന്നുകൊണ്ട് അള്ളാന്റെ മുന്നിൽ മുട്ടുകെട്ടി നിരാശനായി ദുഃഖം നിറഞ്ഞ മുഖത്തോടുകൂടെ ഇരിക്കുന്ന ഒരു ഇരിപ്പാണ് ഹബീബ് കണ്ട സ്വപ്നം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മലക്കുകൾ പോലും കടന്നു ചെല്ലാത്ത, പ്രവേശനം ധ്വംസനം ചെയ്യപ്പെട്ട, മറകൾ സൃഷ്ടിക്കപ്പെട്ട റബ്ബിന്റെ സവിധം പുൽകാൻ ആഗ്രഹിച്ചു വന്ന അടിമയുടെ നിരാശ. ഈ മറകൾ താണ്ടി ഞാൻ അപ്പുറം അള്ളാന്റെ മുന്നിലെത്താൻ ഇനി എന്ത് ചെയ്യും? പെട്ടെന്നതാ അവൻ ഒരാളോട് അന്ന് നല്ലോണം പെരുമാറിയ ഭൂമിയുടെ ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് തേട്ടി വരുമ്പോൾ അള്ളാഹു അതങ്ങ് പരിഗണിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിലെ മറ മാറ്റിക്കൊടുത്ത് അവനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക്
നല്ല പെരുമാറ്റം കയ്യിലിങ്ങ് പിടിച്ച് അവനെ അള്ളാന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നു എങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടതായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ എത്ര നല്ല സ്വഭാവക്കാരനാണെങ്കിലും ഒന്ന് വെടക്കാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അല്ല പിന്നെ ഞാൻ കുറെ ക്ഷമിച്ചു എന്നൊക്കെ പറയും ലാസ്റ്റ്. ഇക്കങ്ങനെ ചെയ്യാൻ എന്ത് ചെയ്യാനാ, അങ്ങനെ ആയിപ്പോയി. ക്ഷമയുടെ ഏതാണ്ട് ഒരു പലക കാണുമെന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. എന്തുട്ട് പലക? നെല്ലിപ്പലക. അങ്ങനെയൊക്കെ പറയുന്ന ഓരോ സന്ദർഭങ്ങൾ വരാറുണ്ട്. കടിച്ചു പിടിച്ച് നിന്നിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. കടിച്ചു പിടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കടിച്ചു പിടിക്കുക എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വഭാവ സംസ്കരണത്തിന്റെ സുന്നത്ത് കടിച്ചു പിടിക്കണം. എന്റെ സുന്നത്തിനെ കടപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കേണ്ടി വരും. അങ്ങനൊരു കാലമുണ്ടാവും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കണേ. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. മഹാനായ ശൈഖ് അബ്ദുർ റഊഫ് അൽ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫൈദുൽ ഖദീർ എന്ന ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥത്തിൽ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ആപ്തവാക്യം ഉദ്ധരിക്കുന്നത് കാണാം. 4 കാര്യങ്ങൾ ഒരു മനുഷ്യന് ഉന്നത പദവി കൊടുക്കാൻ 4ഉം അല്ലാഹു നമുക്ക് തരട്ടെ. വഇൻ ഖല്ല അമലുഹു വഇൽമുഹു. ഇൽമു കുറഞ്ഞത് മതി, അമല് കുറച്ചു മതി. 4 കാര്യം അവനിലുണ്ട് എങ്കിൽ അവന് അല്ലാഹു തആല ഉന്നത പദവി നൽകും. ഒന്നാമത്തെ കാര്യം സഹിക്കാനുള്ളൊരു മനസ്സ്. 2 വിനയം, 3 കൊടുക്കാനുള്ള മനസ്സ്, 4 നല്ല പെരുമാറ്റം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 4ഉം കൂടി ഒത്തുചേർന്നൊരു സംഭവം മദീനയിൽ ഉണ്ടായിട്ടുണ്ട്. അവസാനിപ്പിക്കാം. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഹബീബിന്റെ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോവാ. ആ സമയത്ത് ഒരു അഅറാബിയായ മനുഷ്യൻ നേരെ മുന്നിൽ വന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലൂടെ ഒരു ഉത്തിരിയം ചാർത്തിയിരിക്കാൻ നജ്റാനിയാണ്. അതിന്റെ അരികുകൾ പരുവരുത്തതാണ്. അഅറാബിയായ മനുഷ്യനത് കണ്ടപ്പോ തന്നെ ഇതൊന്നും ആ കഴുത്തിൽ കണ്ടിട്ടില്ലേ, ഏതോ ഒരു ഗനീമത്ത് മുതലിന്റെ ഒരു അംശം ഒന്ന് ഇട്ടു പോന്നതാ. ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് അയാൾ കടന്നു വന്നിട്ട് ഒരൊറ്റ വലിയ ഹബീബിന്റെ കഴുത്തിൽ കിടന്ന ഉത്തിരിയത്തിന്റെ മൂർച്ച പോലും അറിയാതെ ഒരൊറ്റ വലി. ആ വലിയിൽ അവിടുത്തെ കണ്ണൊന്ന് നിറഞ്ഞു പോയൊരു നിമിഷം. അള്ളാന്റെ ഹബീബിന്റെ പരിശുദ്ധമായ പിരടിയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ തണർത്തുപോയെന്നല്ല, മുറിഞ്ഞുപോയി. ആ ഉത്തിരീയത്തിന്റെ അരുകിന്റെ മൂർച്ച ഹബീബിന്റെ മിനുസമുള്ള തൊലിയിലൂടെ അത് വലിഞ്ഞിറങ്ങി വന്നപ്പോ അവിടെ മുറിവേറ്റ് പോയി. എനിക്ക് സഹിക്കാവതല്ല. അപ്പോഴും ചിരിക്കാ ചെയ്തത്. സാധിക്കൽ പ്രയാസ. അല്ലാഹു പ്രവാചക പ്രേമം ഖൽബിൽ തന്നാൽ അത് നടക്കും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞാൻ ഹബീബിന്റെ മുറിവ് കണ്ടപ്പോ ആ മുറിവിനേക്കാളും വലിയ മുറിവന്റെ ഖൽബിന്റെ അകത്തളത്തിൽ എന്റെ കണ്ണുനീര് ഒലിച്ചിറങ്ങുമ്പോ പിന്നെയും അതിലേറെ വേദനയുള്ള വാക്കുകൾ മുന്നിൽ നിൽക്കുന്ന അഅറാബി ഉദ്ധരിക്കുകയാണ്. ഹബീബിനോട് ചോദിക്കാം, മുറലി മിമ്മാലില്ല അല്ലദീ ഇൻദക, പടച്ചോന്റെ മുതലും കൈ പിടിച്ചിട്ട് ഞങ്ങൾക്ക് തരാണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക, ഇങ്ങനെ തന്നാല്. സഹിഷ്ണുത, വിനയം എല്ലാം ഉണ്ട് ഇതില്. ഹബീബായ നബിതങ്ങൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് ഫൽതഫത ഇലൈ, അയാളിലേക്ക് പരിഗണനയുടെ ഒരു നോട്ടം നോക്കി. ഫളഹിക, അവിടുന്ന് ചിരിച്ചു. അത് അവിടത്തേക്ക് മാത്രമേ കഴിയൂ. സഹനത്തിന്റെ സങ്കേതം, സമാധാനത്തിന്റെ സമവാക്യം, നീതിയുടെ നിറകുടം, മക്കയുടെ വരദാനം, മദീനയുടെ മന്നമാരുതൻ, ലോകത്തിന്റെ അജയ്യനായ പ്രഭുവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസേ, ഇയാൾക്ക് ആവശ്യമുള്ളത് കൊടുത്ത് സന്തോഷിപ്പിക്കണേ നബി മുഹമ്മദ് മുസ്തഫ. അനുകരിക്കാൻ, അനുധാവനത്തിന്റെ പാതയിൽ കൂടാൻ, നെഞ്ചോട് ചേർക്കാൻ, ഖൽബിന്റെ പിടപ്പ്, ജീവന്റെ തുടിപ്പ്, കരളിന്റെ കാതൽ, ജീവന്റെ എല്ലാ, ജീവിതത്തിന്റെ എല്ലാം എന്റെ നബിയാ, എന്റെ നബിയാ. അവിടേക്ക് മനസ്സുകൊണ്ട് മദീനയിലേക്കൊരു യാത്ര പോവാൻ, മദീന കൊണ്ട് കണ്ണ് നിറയാൻ, ഖൽബിന്റെ തൃപ്തി വരാൻ. അല്ലാഹുവേ, പ്രവാചക പ്രേമികൾ എന്ന ഒരു പദവിയിലെത്താൻ
ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ സദയം മാപ്പാക്കണേ തമ്പുരാനെ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ. നിബിദിന പരിപാടികളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും ഖൈറ് നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഈ അടുത്ത ദിവസങ്ങൾ പുണ്യ റബീഉൽ മരണപ്പെട്ട പലരുടെയും ഓർമ്മ ദിനങ്ങളാണ്, ആണ്ട് ദിവസങ്ങളാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മാസം 21 പിതാവിന്റെ 22ാമത് ആണ്ടാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ മകൻ വിളിച്ചേൽപ്പിച്ചു. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ആ കുടുംബത്തിലെ രോഗങ്ങളുള്ള പ്രയാസങ്ങളുള്ള ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. നമ്മുടെ സഹോദരങ്ങളുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. കടബാധ്യതകൾ വിട്ടണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.